ഇൻകാർണേഷൻ മഠത്തിലെ മുഴുവൻ സഹോദരിമാരെയും ഒരുമിച്ച് വിളിച്ചു ചേർത്ത് രാജാവായ ഫിലിപ്പ് രണ്ടാമന്റെ പ്രഖ്യാപനം വായിച്ചു കേൾപ്പിക്കുകയാണ് സമൂഹത്തിന്റെ അധിപ. പ്രാർത്ഥനയും ധ്യാനാത്മക ജീവിതവും സഭയിൽ കുറഞ്ഞു തുടങ്ങി. ഒരു തരത്തിലുള്ള കുത്തഴിഞ്ഞ ജീവിതക്രമമായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ. ഈ അവസ്ഥയിൽ നിന്ന് സഭയെ വീണ്ടെടുക്കുവാനുള്ള ശ്രമമായിരുന്നു ഈ പ്രഖ്യാപനം. നിങ്ങളുടെ സഭയുടെ എല്ലാ ആശ്രമങ്ങളോടും ഞങ്ങൾ ശക്തമായി ശുപാർശ ചെയ്യുന്നു, പ്രാർത്ഥനകളും മറ്റനുഷ്ഠാനങ്ങളും നന്നായി ചെയ്യുവാൻ ശ്രദ്ധിക്കണമെന്ന്. ഇതായിരുന്നു പ്രഖ്യാപനം. ഇതിനിടയിൽ ത്രേസ്യായുടെ സഹോദരന്റെ മകൾ മഠത്തിൽ താമസിക്കാൻ വരികയും അതിനുള്ള അനുവാദം മദർ കൊടുക്കുകയും ചെയ്തു. താമസിക്കുവാനുള്ള മുറികളുടെ കുറവുള്ളതുകൊണ്ട് ത്രേസ്യായുടെ മുറിയിൽ താമസിച്ചു കൊള്ളുവാൻ നിർദ്ദേശവും നൽകി. ത്രേസ്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾ നരകത്തിൽ താഴ്ത്തപ്പെട്ടതായി തോന്നി. എങ്ങനെയാണെന്ന് ഇവൾക്ക് അറിഞ്ഞുകൂടാ. ത്രേസ്യ പറയുന്നത് ഇങ്ങനെയാണ്: പിശാച് എനിക്കായി ഒരുക്കി വെച്ചിട്ടുള്ളതും എന്റെ പാപങ്ങൾ നിമിത്തം ഞാൻ ന്യായമായി അർഹിക്കുന്നതുമായ ആ സ്ഥലം ഞാൻ കാണേണ്ടതാണെന്ന് ദൈവം തീരുമാനിച്ചു. ഇത് ഒരു നിമിഷ നേരത്തേക്ക് മാത്രമായിരുന്നെങ്കിലും എത്രയേറെ വർഷം ഞാൻ ജീവിച്ചാലും വിസ്മരിക്കാനാവാത്തതായിരുന്നു ആ അനുഭവം. പ്രവേശന മാർഗം ദീർഘവും ഇടുങ്ങിയതുമായി തോന്നി. ഉയരം കുറഞ്ഞതും ചുറ്റും അടഞ്ഞിരിക്കുന്നതും ഇരുണ്ടതുമായ ഒരു തീച്ചൂള പോലെയായിരുന്നു അത്. മണ്ണ് നനഞ്ഞാണ് കിടന്നിരുന്നത്. വെറും ചളി തന്നെ. ദുർഗന്ധം എങ്ങും വീശിക്കൊണ്ടിരുന്നു. അറപ്പ് തോന്നത്തക്ക വിധം കൃമികളാൽ മണ്ണ് മൂടിയിരിക്കുകയായിരുന്നു. ദുർഗന്ധം വീശിക്കൊണ്ടിരുന്ന ആ സ്ഥലത്ത് ആശ്വാസത്തിന്റെ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. നിൽക്കാനോ ഇരിക്കാനോ സ്ഥലമുണ്ടായിരുന്നില്ല. ചുറ്റും ഭീതിജനകമായ ഭിത്തികളാണ് എന്നെ വലയം ചെയ്തിരുന്നത്. ശ്വസിക്കാൻ പോലും നിർവാഹമില്ലായിരുന്നു. പ്രകാശം തീരെയില്ലായിരുന്നു. കൂരിരുട്ടു മാത്രം. വെളിച്ചമൊട്ടുമില്ലായിരുന്നെങ്കിലും അതിനുള്ളിലെ കാഴ്ചകൾ എന്നെ വളരെയധികം വേദനിപ്പിച്ചു. ഈ കാഴ്ച കൊണ്ട് ഞെട്ടി പൊട്ടിക്കരഞ്ഞുപോയി. Dime, Señor, lo que mandas, y manda lo que quisieres. Ninguna cosa que yo pensare ser mejor en tu servicio lo dejaré de hacer por ningún tesoro. പിന്നീട് തന്റെ പാപങ്ങൾക്ക് പരിഹാരമായും കർത്താവിന്റെ പീഡാസഹനങ്ങളിൽ പങ്കുപറ്റുന്നതിനു വേണ്ടി തന്റെ അനുദിനമുള്ള ആത്മീയവും ഭൗതികവുമായ സഹനങ്ങൾ കൂടാതെ ആരും അറിയാതെ മുറിക്കകത്ത് തന്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ മാറ്റി മുള്ളുചാട്ടുകൊണ്ട് സ്വയം ശരീരത്തിൽ അടിച്ച് കർത്താവിനുള്ള സ്നേഹം പ്രകടമാക്കുന്നു. ഇത് ഒരു സ്വയം പീഡനമോ സ്വയം സുഖം അനുഭവിക്കുന്നതോ ഒന്നല്ല.
con una rueda de pinchos, como Santa Catalina. ¡Ay! ¡Ay! ത്രേസ്യ സമൂഹത്തോടൊത്ത് ധ്യാനത്തിലായിരിക്കുമ്പോൾ പ്രാർത്ഥനാ സമയത്തുണ്ടായ ഒരു പ്രാർത്ഥന അനുഭവമാണ് ഇത്. ഒരു ഉന്മേഷത്തിന് ശേഷം ഇവളുടെ ശരീരത്തിന്റെ എല്ലാ ഭാരവും കുറഞ്ഞതായി തോന്നുന്നുവെന്ന് ഇവൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോൾ ഇത് വളരെ ശ്രദ്ധേയമായിരുന്നു. എൻ്റെ പാദങ്ങൾ ശരീരത്തോടൊപ്പം നിലത്തുനിന്ന് ഉയർന്നു പൊങ്ങുന്നു. എപ്പോൾ നിലം തൊടുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഉന്മേഷം നീണ്ടു നിൽക്കുമ്പോൾ ശരീരം പലപ്പോഴും തനിയെ ഒന്നും ചെയ്യാൻ കഴിയാത്തതുപോലെയും മരിച്ചതുപോലെയുമായിരുന്നു. ഒരുതരം മയക്കമാണ് പിന്നീട് തോന്നുന്നത്. അത്യധികമായി തോന്നിയത് മധുരതരവുമായ ആനന്ദമാണ്. അത് ക്രമേണ ശ്വാസോച്ഛ്വാസം നിൽക്കുന്നത് പോലെയും തോന്നിത്തുടങ്ങി. പിന്നീട് എൻ്റെ എല്ലാ ശാരീരിക ശക്തിയും കുറഞ്ഞു തുടങ്ങുകയും ചെയ്യുന്നു. എന്തിനേറെ കൈകൾ അനക്കാൻ പോലും കഴിയാതെയായി. മാത്രമല്ല കണ്ണുകൾ സ്വമേധയെ അടയുന്നു. അല്ലെങ്കിൽ തുറന്നിരുന്നാൽ തന്നെ എനിക്ക് ഒന്നും കാണാൻ കഴിയുമായിരുന്നില്ല. കേൾക്കാൻ കഴിയും, പക്ഷേ ഞാൻ കേൾക്കുന്നത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇങ്ങനെയൊരു ആത്മീയ അനുഭവം ത്രേസ്യ ആഗ്രഹിച്ചിട്ട് ലഭിച്ചതല്ല, മറിച്ച് ദൈവം നൽകിയ ഒരനുഗ്രഹമാണ്. പ്രാർത്ഥനയിൽ സ്വാഭാവികമായും ആശ്വാസവും ആനന്ദവും ഉണ്ടാവാം. എന്നാൽ നാം പ്രത്യേക ദൈവാനുഭവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യേണ്ടതില്ല. ത്രേസ്യ തന്നെ പറയുന്നുണ്ട്, സീക്ക് ദ ലോർഡ് ഓഫ് കൺസോലേഷൻ ആൻഡ് നോട്ട് കൺസോലേഷൻ ഓഫ് ദ ലോർഡ്. നാം അന്വേഷിക്കേണ്ടത് നമ്മെ ആശ്വസിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന ദൈവത്തെയാണ്, അല്ലാതെ ദൈവത്തിൽ നിന്നുള്ള സ്വാന്തനത്തെയോ ആനന്ദ അനുഭൂതികളെയോ അല്ല. അനുദിന ജീവിത അനുഭവങ്ങളെ ദൈവാനുഭവങ്ങളായി കാണാൻ പരിശ്രമിക്കുക. ഇതിലൂടെ ദൈവം നമ്മെ വളർത്തുകയും ഉയർത്തുകയും ചെയ്യുമെന്നാണ് ത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നത്.